മനസ്സോർക്കുമ്പോൾ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്ന തോമസ് വർഗീസിൻ്റെ ഭാര്യ ഓമനയാണ്. തന്നെ ഇവിടെ ലഭിച്ചത് ഒരു വലിയ സന്തോഷമായി ഞാൻ കരുതുന്നു. ഇനി തൻ്റെ നാവലിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രമിക്കാവുന്നതാണ്. എൻ്റെ പേര് ഓമന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ് വർഗീസ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ. മൂത്ത മോളെ വീട് എവിടെയാ? പത്തനാപുരത്ത് പുന്നലയിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ വീട് ജനിച്ച വീട് ചെങ്ങന്നൂർ ചെറിയനാട്. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞങ്ങൾ 5 സിസ്റ്റേഴ്സാണ്, ബ്രദേഴ്സ് ഇല്ല. എൻ്റെ ഫാദർ 86 മരിച്ചുപോയി. എൻ്റെ ഫാദർ മരിച്ച് 41 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. എൻ്റെ ഫാദറിനെ ശുശ്രൂഷിക്കാൻ ഞാൻ ബോംബെയിൽ ജോലി ഉണ്ടായിരുന്നു. എത്ര വയസ്സായപ്പോഴാണ് ജോലിക്ക് പോയത്? പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം 82-ൽ ഞാൻ ബോംബെ പോയി. 1.5 വർഷം അവിടെ ജ്യേഷ്ഠത്തിലൂടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ജോലിക്ക് കയറി. 84-ൽ വെക്കേഷന് നാട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു ബോംബെക്ക് പോയി. 86-ൽ അതിന് 82-ൽ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് മേരി കോവറിൻ്റെ കൺവെൻഷനിൽ ബോംബെയിൽ വെച്ച് യേശുവിനെ കർത്താവായി രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചു. 86-ൽ എൻ്റെ ഫാദറിന് സുഖമില്ലാതെ ഞാൻ നാട്ടിൽ വരേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ ആരും ശുശ്രൂഷിക്കാനില്ലാത്ത കാരണം എൻ്റെ ഫാദറിനെ ശുശ്രൂഷിക്കാനായിട്ട് ബോംബെയിൽ നിന്ന് നാട്ടിൽ കടന്നു വന്നു. ഫെബ്രുവരി 86 ഫെബ്രുവരിയിലാണ് നാട്ടിൽ കടന്നു വന്നത്. മെയ് 11-ാം തീയതി എൻ്റെ ഫാദർ ഈ ലോകത്തു നിന്ന് കടന്നുപോയി. എൻ്റെ ഉപ്പാവൻ എന്നോട് പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ട, ഇനി വീട്ടിലാരും ഉത്തരവാദിത്തത്തിനില്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 86 ജൂലൈ മാസത്തെ 7-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. മർത്തോമായിലാണ് വിവാഹം കഴിച്ചത്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ അങ്ങനെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം 86-ൽ തന്നെ എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ കടന്നു ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന അമ്മച്ചിമാരും എല്ലാവരും അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൽ അവരെന്നെ അന്യഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരെന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നതായിട്ട് ഒരു ശുശ്രൂഷയാണ് അവിടെ നടക്കുവാനിടയായിട്ട്. ദൈവത്തിന് നമ്മളെ മുന്നമേ കണ്ടിട്ടുണ്ടായിരുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ബോധ്യം എന്നിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് മദ്യത്തിനോടും പുകവലിയോടും ഒക്കെ എതിരായിരുന്നു. അപ്പം ഞാൻ ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു മദ്യപാനവും ഒരു പുകവലി ഇല്ലാത്ത ഒരു കൂട്ടദാസനെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം ദൈവം എനിക്ക് അങ്ങനെ തന്നെ ഒരു മദ്യപാനമോ ഒരു പുകവലിയോ ഇല്ലാത്ത ഒരു കൂട്ടദാസനെയാണ് എനിക്ക് ദൈവം തന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഒന്നിച്ച് ഞങ്ങൾ വീണ്ടും ബോംബെയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി. സൗദിക്ക് കടന്നുപോയി. ഞാൻ ബോംബെ ജോലി ചെയ്യാനെന്നുള്ള ആഗ്രഹത്തിലാണ് കടന്നുപോയത്. പക്ഷേ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരീരത്തിന് സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇത് ഇവിടെ വേദന, കഴുത്തിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ട്രാക്ഷൻ എടുത്തവർ പറഞ്ഞു. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ വേദന ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസം കഴിഞ്ഞതേ ഉള്ളല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. വെക്കേഷൻ കിട്ടാനൊക്കെ കൊണ്ട് എന്നാലും ദൈവം അന്നേരം ഒരു 20 ദിവസത്തെ അവധിക്ക് വരുക, ഞാൻ ബോംബെ നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് നാട്ടിൽ വരാനിടയായി തീർന്നു. അതിനിടയിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മാവി ഒരാൾ റായ്പൂരിലുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ പോകാനിടയായി തീർന്നു. അവിടെ ഒരു ഐക്യ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അതൊരു സാക്ഷിയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് 87 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അത് നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പ് എന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അന്നു മുതലേ ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ഇല്ല. ദൈവാത്മാവ് പ്രവർത്തിച്ചു, രക്ഷിക്കപ്പെട്ടു 82-ല്. എന്നാൽ 5 വർഷം കഴിഞ്ഞാണ് ഒരു പരസ്യമായിട്ട് സാക്ഷിയായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിന് ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് സാക്ഷിയാകാൻ പറ്റത്തുള്ളൂ. തിരുവചനം അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലേക്ക് കുതിരും ഭൂമിയുടെ അറ്റത്തോളം പോയതിന്റെ സാക്ഷികളാകാൻ കർത്താവ് പറയുന്ന വാചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായത് അന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ 87-ലാണ് ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ ഒന്നിച്ച് നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഡോക്ടർമാരൊന്നും ഒരു അസുഖമായിട്ട് കണ്ടില്ല. അപ്പൊ നമുക്ക് ദേഹത്തെല്ലാം വേദന, ദേഹത്ത് മുഴുവൻ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, പെരുപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തോന്നൊരു
ഡോക്ടർമാർക്ക് മെഡിക്കൽ സയൻസിന് ഒരു കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഹസ്ബൻഡ് അങ്ങ് പോയി, 20 ദിവസത്തെ വെക്കേഷൻ ഉള്ളായിരുന്നു, അങ്ങ് പോയി. ഞാൻ പ്രഗ്നൻ്റായി. 87 ഡിസംബർ 1 ഞാൻ ഡെലിവറി ആയി. മൂത്ത മോള്. അപ്പൊ ആ സമയത്തൊക്കെ ഈ വേദനയുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ദേഹത്തൊക്കെ വേദനയും ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായിട്ടും വളരെ ഭാരപ്പെട്ടു. അതിനു മുന്നേ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ളവരെന്നാ പറയും, അത് ആകെപ്പാടെ ഒരു നിരാശയായി. എത്ര വയസ്സുണ്ടായിരുന്നു? 25 വയസ്സ് കഴിഞ്ഞ് 26ാമത്തെ വയസ്സാകും. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തിരുവചനം വായിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ കയറിയെന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിച്ചു. ഒരു ദിവസം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ജീവിക്കുന്നത് എങ്ങനെ വലിയ വിഷമാണല്ലോ, ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്നുള്ളൊരു മനോഭാവത്തിൽ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എൻ്റെ കയ്യിൽ അതുപോലെ വേദന സഹിക്കാൻ പറ്റത്തില്ല. ആരോടൊന്നും പറയാനില്ല, നമ്മുടെ വിഷമം ഒന്ന് ഷെയർ ചെയ്യാൻ ആരുമില്ല. തനിച്ചിരിക്കുന്ന ഒരവസ്ഥ. വീട്ടിലെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും ഉള്ളൂ, വേറെ പെങ്ങന്മാരൊന്നും ഇല്ലായിരുന്നു. തനിയെ ഇങ്ങനെ ദിവസേനയിൽ ഇങ്ങനെ ജോലി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ റൂമിലിരുന്ന് വായിക്കുമ്പോൾ തിരുവചനം എടുക്കുമ്പം തിരുവചനത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ആശ്വാസം പകരുന്നതാണ്, സന്തോഷം പകരുന്ന, സൗഖ്യം പകരുന്നതാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം നമ്മളവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ സ്ലീപ്പിംഗ് പിൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പെട്ടെന്ന് ഇടപെട്ടു. ഒരു ജീവനല്ല, 2 ജീവനാണ്. അത് ഏറ്റവും വലിയ പാപമാണല്ലോ. അതിൽ നിന്ന് ഞാൻ അങ്ങ് പിന്മാറി. അപ്പം ഒരു ജീവനെ കൊല്ലാൻ തന്നെ നമുക്ക് കൊലപാതകമാണല്ലോ നമ്മൾ ആത്മഹത്യ എന്ന് പറയുമ്പോൾ. ഒരു ജീവനല്ലല്ലോ പോകുന്നത്, 2 ജീവനാണല്ലോ എന്നുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവ്. ഞാൻ അതിൽ നിന്ന് സംസാരിച്ചു, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. അപ്പൊ പിന്നെ അത് കഴിച്ചില്ല, എടുത്തു വെച്ചിട്ട് കളഞ്ഞു. ഞാൻ കഴിച്ചില്ല. അപ്പൊ കർത്താവ് സ്നേഹിക്കുന്നോണ്ട് ആ സമയത്ത് കർത്താവ് സംസാരിച്ച്, അല്ലെ ഇവിടെ പോയി തീർന്നേനെ, നിത്യനരകത്തിൽ പോയി അവസാനിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഇതിന്റെ മധ്യത്തിൽ പറയാനുള്ളത്, ഇന്ന് അനേക ജീവിതങ്ങൾ ആത്മഹത്യ ഒരു ഒളിച്ചോട്ടം, എന്തിൽ നിന്നോ രക്ഷപ്പെടൽ എന്നാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓമനയ്ക്ക് ശരീരത്തിലെല്ലാം വേദനയായിരുന്നു, ആരും അടുത്തില്ലായിരുന്നു, അത്രയും പ്രശ്നമേ ഉള്ളായിരുന്നു. എന്നാലും നാം ചിന്തിക്കുന്ന നിസ്സാരമായ വിഷയങ്ങളും വലിയ വിഷയങ്ങളും ഒക്കെ വരുമ്പം ഇതങ്ങ് അവസാനിപ്പിക്കണം. ഇത് വളരെ കോമൺ ആയി തീർന്നിരിക്കുക. ഇത് പിശാചിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. നാം ബൈബിൾ വായിക്കുന്നത് പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും കൊല്ലാനും, ജീവിതങ്ങളെ നശിപ്പിച്ച് അറുത്ത് മുടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. ഈ അടുത്ത സമയങ്ങളിൽ ഇന്നലെ രാവിലെ ഇവിടെ ഒരു വ്യക്തി കടന്നു വന്നു. തന്നെക്കുറിച്ച് ഞങ്ങളുടെ തന്നെ ഇവിടെയുള്ള ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു, ഇന്ന വ്യക്തിയെ പോയി കാണണം, അവൻ ജീവൻ അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. പോയപ്പോൾ അതേ അവസ്ഥ, തൻ്റെ ജീവിതത്തിൽ മദ്യപാനവും അങ്ങനെയുള്ള ജീവിതം മുഖാന്തരം പലതും നഷ്ടപ്പെട്ട് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് താൻ ജീവൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഏതായാലും അതിനു മുമ്പ് ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയോട് പറയും, താൻ പോയി വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ വീട്ടിൽ തന്നെ വന്നു, തന്നോട് ഞാൻ സംസാരിച്ചു, താൻ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു, ഒരു സമാധാനവും സന്തോഷമുള്ളവനായിട്ട് ആ വലിയ മരണത്തിന് കെട്ടിൽ നിന്ന് ദൈവം തന്നെ വിട്ടുവയ്ക്കുകയായിരുന്നു. ഇതുപോലെ ഈ വന്ന വ്യക്തി കഴിഞ്ഞ 2 മാസങ്ങൾക്കകം 3ാമത്തെ വ്യക്തിയാണ്. അതിനു മുമ്പ് വേറെ 2 വ്യക്തികൾ ഇതുപോലെ ഒരാൾ കയറിട്ട് തൂങ്ങിച്ചാകാൻ നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിയോട് ദൈവം പറയുന്ന ആ വീട്ടിൽ പോകാൻ. അവിടെ പോയപ്പോൾ ഇതാണ് സംഭവം. തന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു, താൻ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തു. മദ്യപാനിയാണ്, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ അനേകർ ഇതുപോലുള്ള വ്യക്തികളായിരിക്കാം. എന്തുകൊണ്ടാണ്? പാപം ഗർഭം ധരിച്ചാണ് മരണത്തെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ വഴിപിഴച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിൻ്റെ പാപപ്രവൃത്തികൾക്കും അടിമയായി പോകുന്നതുകൊണ്ടാണ് അവസാനം ഇങ്ങനെ ഒരു കുപ്പി വിഷത്തിലോ ഒരു മുഴം കയറിലോ ഒക്കെ നമ്മൾ ജീവിതം ഒടുക്കേണ്ടി വരുന്നത്. എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ആ സമയമാകുമ്പം കർത്താവ് ഏതെങ്കിലും വഴികളോ മുഖാന്തരങ്ങളോ ഒരുക്കി. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ഒരു കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് വരികയുണ്ടായി. താനിങ്ങനെ പറഞ്ഞു, ആൻറ്റി എനിക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഷോൾ എടുത്ത് തൂങ്ങിച്ചാകാനായിട്ട് തുടങ്ങിയപ്പോൾ ആ മുറിക്കകത്ത് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം, പിന്നീട് തൻ്റെ ശരീരത്തിൽ കൂടെ വലിയൊരു തണുപ്പ് വ്യാപിച്ചു. താൻ അവിടെ താഴെ വീണു. ദൈവം തട്ടി താഴെ ഇട്ടു.
ഞാൻ ഓർക്കുക ദൈവം എത്രത്തോളം സ്നേഹിക്കുന്നു ഓരോ ജീവിതങ്ങളെ. പിന്നെ താൻ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു, തന്നെ ഉറക്കിക്കിടത്തി. ദൈവത്തിന് സാധിക്കുമല്ലേ? അത് മറ്റൊരു വ്യക്തി ഇവിടെ കഴിഞ്ഞ 2 മാസത്തിനകമാണ് താൻ പറഞ്ഞു 60 ഉറക്കഗുളി കഴിച്ചു, 3 പ്രാവശ്യം ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു ഈ ലോകത്ത് നിന്ന് ഒളിച്ചോടാൻ. എന്നാൽ ഇന്ന് താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തൻ്റെ പാവവഴിയിൽ നിന്നെല്ലാം മാറി ഇന്ന് താൻ സമാധാനമുള്ളവനാണ്, സന്തോഷമുള്ളവനാണ്. ഇതിൻ്റെ ഒക്കെ പോകുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന് സമാധാനമില്ലാത്തതുകൊണ്ട്, സന്തോഷമില്ലാത്തതുകൊണ്ട്, രോഗത്തിൽ നിന്ന് വിടുതലില്ലാത്തതുകൊണ്ട് ആണല്ലോ മനുഷ്യനെ ഒളിച്ചോടാൻ നോക്കുന്നത്. ഇത് പോയിട്ട് ഈ പട പേടിച്ച് പന്തളത്ത് പോയാൽ പന്തവും കൊളുത്തി പടാന്ന് നമ്മൾ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുന്നത് ആ തീ കടലിലോട്ട്, ഒരിക്കലും കിടാത്ത തീയും ചാകാത്ത പുഴുവുള്ള യാതനാസ്ഥലം, അതാണ് അവിടെ കാത്തിരിക്കുന്നത്. ദയവായി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ ചിന്തയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ഇത് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഇത് രക്ഷപ്പെടലല്ല, ഇത് വലിയ യാതനയിലേക്കാണ് നിങ്ങൾ പോയി ചാടുന്നത്. ഈ ഓമനയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. തന്നോട് കർത്താവ് സംസാരിക്കുകയും ആ വലിയ ദുരന്തത്തിൽ നിന്ന് തന്നെയും തൻ്റെ ഉദരത്തിലെ കുഞ്ഞിനെയും ദൈവം പിടിപ്പിക്കുകയും ചെയ്തു. പറഞ്ഞാട്ടെ. ഇന്ന് അവള് MSc പഠിക്കുന്നു, 2ാം വർഷം ഈറോഡിൽ. അപ്പോൾ ഞാൻ അന്ന് ഡെലിവറി കഴിഞ്ഞ് 7 നിന്ന നിപ്പിൽ ടോയ്ലറ്റിൽ മറിഞ്ഞു വീഴാനിടയായി തീർന്നു. എൻ്റെ യൂട്രസിനും യൂറിനൽ വാൾവും താഴ്ച ഉണ്ടായി, ഡിസ്കിന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ 89 ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇൻഫെക്ഷൻ അടിച്ച് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യയുടെ നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരം GG ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ വേലായുധനെ കാണുവാൻ ഇടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യേണ്ട, നമ്മൾക്ക് വേറൊരു ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു മെയിൻ ഓപ്പറേഷൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് 2 വയസ്സാകുന്നതേ ഉള്ളൂ. അവിടെ ബർത്ത്ഡേയാണെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാ സുഖം കൂടി ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ദൈവം തരത്തില്ല, എന്തെങ്കിലുമൊക്കെ കഷ്ടത തരും. അതെൻ്റെ ജീവിതത്തിൽ ഒരു ഹിന്ദു ഡോക്ടറാണെന്നുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ അതൊരു വലിയ പാഠമായി തീരുവാൻ എനിക്കിടയായി തീർന്നു. ആ സമയത്തൊന്നും ഹസ്ബൻഡ് നാട്ടിലില്ല. ഒരു ഹോസ്പിറ്റൽ കേസിനും ഹസ്ബൻഡ് നാട്ടിലില്ല. അപ്പം ഞാൻ എൻ്റെ കർത്താവിനോട് ഓപ്പറേഷൻ ചെയ്ത് എല്ലാവരും അവിടെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ മരവ് മാറി കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് വെച്ചാൽ ഞാൻ അവിടെ മുഴുവൻ ബഹളമുണ്ടാക്കി. എന്നെ പെട്ടെന്ന് വാർഡിലേക്ക് അവർ ഡിസ്ചാർജ് ചെയ്ത ഉടനെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും എൻ്റെ അമ്മയുടെ അഞ്ചത്തിയുമാണ് എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, എനിക്കൊന്ന് ഉറങ്ങാനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയാൻ പ്രാർത്ഥന. ഞാൻ എൻ്റെ കർത്താവിനോട് ഒരു ഉടമ്പടിയോടെ ചെയ്തു. കർത്താവെ, നീ എൻ്റെ ആയുസിനെ ഇപ്പം നീ എടുക്കരുത്. ഹിസ്കിയാവ് കരഞ്ഞു, അവൻ്റെ പ്രാണനെ ആയുസിനെ അവൻ 15 സംവത്സരം നീട്ടിക്കൊടുത്തല്ലോ. കർത്താവെ, എൻ്റെ പ്രാണനെ നീ ഇപ്പം എടുക്കരുത്. നീ ഇപ്പം എൻ്റെ പ്രാണനെ എനിക്ക് നീട്ടി തന്നാലേ എനിക്ക് തരുന്ന ആയുസ് ആരോഗ്യം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി താഴ്ത്തി ഏൽപ്പിക്കാൻ ഇടയായി തീർന്നു. സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടു, എൻ്റെ ആയുസിനെ അവിടെ നിന്ന് നീട്ടി തന്നു. അതുപോലെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും കണ്ണുനീരിനെ കണ്ടാലും മറികടക്കാത്തൊരു ദൈവം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കർത്താവ് പ്രാർത്ഥന കേട്ടു. ഞാൻ 20 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജായി. ദൈവം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു. എൻ്റെ കുഞ്ഞിനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്ക് ഒരു മോളൂടെ ഉണ്ടായി. 92 തന്നെ അപ്പൊ അത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിലും 95 എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ യൂട്രസ് കാണാനില്ല. ഇതെങ്ങനെ പോയെന്ന് ചോദിച്ചാൽ പഴുത്തിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഉള്ളിൽ നിന്ന്. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് ഞാനിപ്പോൾ ഇല്ലാതായാൽ ഡോക്ടർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ ഇതിന്ന് വിടുവിക്കാൻ സാധിക്കത്തുള്ളൂ. ഡോക്ടർക്ക് ഞാൻ ഒരു പേഷ്യൻ്റ് മരിച്ചു പോയാലും ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് കുഴപ്പമുണ്ട്. ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഈ ഇൻഫെക്ഷൻ പഴുപ്പ് കൊണ്ടാണോ യൂട്രസ് കാണാതായത്? ഓവറി ഇങ്ങനെ പഴുത്ത് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പൊ 2 ഓവറി എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ദൈവം അത് ഞാനിത് ഇത് പറയാനും വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ മറ്റുള്ളവരോട് പറയണമെന്ന്, ആര് രോഗത്താൽ ബുദ്ധിമുട്ടുന്നോ ഭാരത്താൽ വേദനപ്പെടുന്നോ ഒരു നാൾ ഈ ദൈവം കൈവിടത്തില്ല. എല്ലാ ഡോക്ടർമാരെക്കാളിൽ ഉപരിയായിട്ട് ഒരു ഡോക്ടർ സ്വർഗത്തിൽ നിന്ന് ജീവിക്കുന്നുണ്ട്.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും ശാരീരികമായി മാനസികമായി ഭാരപ്പെടുന്ന, അപ്പോൾ എൻ്റെ 2001 ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ സൗദിയിൽ അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കഷ്ടതയിലെ ഏറ്റവും വലിയ സമയം അതായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഇത് നമ്മുടെ പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ യൂട്രസ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ്, അല്ല യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് റിമൂവ് ചെയ്തില്ല. ഓവറി ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് 2 ഓവറിയും ഉണ്ട്. യൂട്രസ് കാണുന്നില്ലെന്ന് വരെ പറഞ്ഞില്ലേ? യൂട്രസ് ഓവറി, ലെഫ്റ്റ് ഓവറി അല്ലേ? അപ്പൊ ഈ പസ് നിമിത്തം അപ്പൊ ആ സ്ഥാനത്താണ് പിന്നീടും പ്രഗ്നന്റ് ആകുന്നതും ഒരു കുഞ്ഞിനെ പിന്നീട് കർത്താവ് തരുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇന്ന് മധ്യത്തിൽ പറയാനുള്ളത്, നിശ്ചയമായും സ്വർഗത്തിലെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഓമന ഇന്ന് തൻ്റെ സാക്ഷ്യം എല്ലാവരും കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, എല്ലാം അസാധ്യമായിരിക്കാം, നിങ്ങൾ നോക്കുന്ന എല്ലാം ഇമ്പോസിബിൾ, എങ്ങനെ ഇത് നടക്കും നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ടല്ലേ? സർവശക്തനായ ദൈവം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ, ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവത്തെയല്ലേ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്? മരിച്ച ദൈവം അല്ലല്ലോ. യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറ ഇന്ന് തുറന്നിരിക്കുക. പലസ്തീനിലെ കല്ലറയിൽ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ഐതിഹ്യമല്ല, കെട്ടുകഥയല്ല. 500-ൽ പരം പേർക്ക് യേശു പ്രത്യക്ഷനായി. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ലോക ചരിത്രത്തെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. 2010 ജൂലൈ 27 എന്ന് നമ്മൾ ഇന്ന് ഡേറ്റ് ഇട്ടപ്പോൾ ആ ഡേറ്റ് മൂകഭാഷയിൽ സത്യം നമ്മളോട് പറയില്ല. ഇന്നേക്ക് 2010 വർഷങ്ങൾക്ക് മുമ്പ് യേശു വന്നു, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് പോയി. യേശുവിൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവൻ്റെ പാദങ്ങൾ ഒലിവുമലയിൽ നിന്ന് പൊങ്ങി. സ്വർഗത്തിലെ ദൂതന്മാരോട് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഈ പോയവനായ യേശു പോയതുപോലെ മടങ്ങി വരും. അവിടെ യേശു ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് ഉത്തരം അരുളുന്നത്. ഏത് സമയത്തും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ഇറങ്ങി വന്ന് പാപത്തിന്റെ ഭാരവുമായി കടന്നു പോകുന്നവർക്ക് അതിൽ നിന്ന് ഉദ്ധാരണം, രോഗികൾക്ക് സൗഖ്യം, ബന്ധനസ്ഥർക്ക് വിടുതൽ, എന്താവശ്യമാണെങ്കിലും നമ്മുടെ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ സമാധാനമോ എന്താണ് നമുക്ക് ആവശ്യം, എന്തും പ്രദാനം ചെയ്യാൻ യേശു ജീവനോടെ ഇരിക്കുക. ആ യേശു ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഓമനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ തനിക്ക് ഡോക്ടർമാരെല്ലാം വിധി എഴുതിയിട്ടും ഓവർ ഇല്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് അടുത്തൊരു കുഞ്ഞിനെ ആ യൂട്രസിൽ തന്നെ ഗർഭം ധരിക്കുവാനും ആ കുഞ്ഞിനെ പ്രസവിക്കാനും ദൈവം ഇടയാക്കണം. 2001 വീണ്ടും എനിക്ക് കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിലാക്കിയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി. എൻ്റെ ഡിസ്കിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അന്നത്തെ വീഴ്ചയിലാണ് ഈ ഡിസ്കിന് പ്രോബ്ലം വീഴ്ചയുടെ കുഴപ്പം കൊണ്ട് അത് കഴിഞ്ഞിട്ട് തീരെ നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ 99 ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് ഞായറാഴ്ച ആയിരുന്നു, 99 ഡിസംബർ മാസം 3-ാം തീയതി പെട്ടെന്നൊരു പശു എന്നെ തളർന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഓമനെ ഇങ്ങനെ ഓരോ രോഗങ്ങൾ കൂടിയാണ് ദൈവം അടുപ്പിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ഒരു കരുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു, നടത്തിപ്പുണ്ടായിരുന്നു. ദൈവാത്മാവിനെ എവിടെ ഒരു രോഗികളുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കും, അവർക്ക് ദൈവം വിടുതൽ കൊടുക്കും. അങ്ങനെ ദൈവം അങ്ങനെ നടത്തിക്കൊണ്ട് ദൈവ ദർശനങ്ങൾ തരും. എവിടെ പോയി ചോദിക്കും, ദൈവസ്ഥാനം ഇരിക്കുമ്പോൾ ചോദിക്കും, ഞാൻ എന്തോ ചെയ്യണം കർത്താവേ. ഈ രോഗം വന്നതുകൊണ്ട് ഓമനിക്ക് ഒന്നുകൂടി ദൈവത്തിന് അടുക്കാനൊട്ടും. 2001 കഷ്ടത തന്നത് ഗുണമായതെന്ന് പറയുവാൻ തക്കണം ദൈവനെ സഹായിച്ചു. ഈ ഒരു അത്ഭുത സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് അവസ്ഥകൾ കൂടെ നമ്മളെ കടത്തിവിട്ടാലും അത് നമ്മളെ തകർത്ത് കളയുവാനല്ല, ആ ആയുധം പിശാച് തിന്മയ്ക്കായി കൊണ്ടുവരുന്ന അതേ ആയുധത്തെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അപ്പം അങ്ങനെ ഈ രോഗത്തിലും കഷ്ടത്തിലും കൂടെ താൻ കടന്നു പോയതുകൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ, അപ്പോൾ ദൈവം തന്നോട് തൻ്റെ വചനത്തിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എവിടെ രോഗിയുണ്ടെങ്കിലും ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ള സന്മനസ് തനിക്കുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം അറിയാം, ഡോക്ടർമാർ കൈവിടുന്ന സ്ഥാനത്ത് നമ്മളെ സഹായിക്കുവാൻ
നമ്മളെ വിട്ടുവയ്ക്കുവാൻ, നമ്മെ ഉദ്ധരിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ഡോക്ടർ, അത് സ്വർഗത്തിലെ ദൈവമാണ്. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു, ഗിലെയാദിലെ സുഗന്ധ തൈലം. അത് ഏറ്റവും വലിയ മെഡിസിനാണ്. ആ ലോകത്തിലെ എല്ലാ മെഡിസിനേക്കാൾ വലിയ മെഡിസിനാണ് ഗിലെയാദിലെ സുഗന്ധ തൈലം എന്ന് പറയപ്പെടുന്ന പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തം നമ്മുടെ ഏത് പാപത്തെയും രോഗത്തെയും മാറ്റി നമ്മളെ സൗഖ്യമാക്കുവാനും വിടുവിക്കാനും പര്യാപ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അസാധ്യം എന്തു തന്നെ ആയിക്കോട്ടെ, ഇന്ന് നിങ്ങളുടെ അലട്ടുന്ന പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മൗണ്ടൻ, ആ മൗണ്ടനെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയെന്ന് പറയുമ്പോൾ അത് കടഭാരമായിരിക്കാം, ഞെരുക്കമായിരിക്കാം, രോഗമായിരിക്കാം, കുടുംബ പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ വിഷയമായിരിക്കാം, അതെന്തുമായിക്കൊള്ളട്ടെ, അതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും ഭീകരമായി നിൽക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതെല്ലാം മാറ്റി നിങ്ങളെ സമാധാനത്തോടെ സന്തോഷത്തോടെ നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ ജീവിക്കുന്നവനായ യേശു നിങ്ങളുടെ ഹൃദയവാതിൽ മുട്ടിക്കൊണ്ടിരിക്കുക. ആ യേശുവിലേക്ക് നിങ്ങളൊന്ന് സമർപ്പിച്ച്, യേശുവേ ഞാനും ഈ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു, ഇതുപോലെ ആത്മഹത്യക്ക് വേണ്ടി ഞാനും ചിന്തിക്കുന്നു, എനിക്കെല്ലാം വഴി മുട്ടി നിൽക്കുക, മുമ്പോട്ട് പോകാൻ യാതൊരു ആശയ്ക്ക് എനിക്ക് വഴിയില്ല, എൻ്റെ ദൈവമേ എനിക്കൊരു വഴി തുറന്നു തരണമേ. യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഈ ജീവിതമാകുന്ന ചെറുപടകിൻ്റെ തണ്ട് വലിച്ച് എൻ്റെ കൈ കുഴഞ്ഞിരിക്കുക കർത്താവേ. ഈ തണ്ട് നല്ല അമരക്കാരനായ യേശുവെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നീ ഈ ചെറുപടക തൊഴയണമേ, നീ എന്നെ നയിക്കണമേ, നീ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കുമോ? അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കുമോ? അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ജീവിത നൗക തുഴയുവാൻ, അനുദിനവും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുവാൻ, പൈതലെ വഴി ഇതാണ് ഇതിലെ നടക്കുക എന്നുള്ള ശബ്ദം കേൾപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ആ കർത്താവിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷകളോ പ്രാർത്ഥന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം ബെതസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481243039, 6533329. മൊബൈൽ നമ്പർ 9447578202. ഇമെയിൽ mariamathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.